രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. നാളെ രാവിലെ മുഖ്യമന്ത്രി സംഗമം ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ടോടെ പമ്പയിലെത്തും. തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാകും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുകയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് സ്ഥിരീകരിച്ചു. പ്രതിസന്ധിയുടെ ഒരു വിഷയമില്ല. തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രിമാർ വരുന്നുണ്ട്. കർണാടകത്തിൽ നിന്നൊരു മന്ത്രി വരുമെന്ന് പറഞ്ഞിരുന്നു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വരുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇവരെല്ലാം ഇപ്പോൾ വരുന്നില്ല എന്നുള്ളൊരു കാര്യമാണുള്ളത്. പക്ഷേ ഞങ്ങൾ ഇത് സംഘടിപ്പിക്കുന്നത് ആഗോളതലത്തിൽ ഉള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധി അയ്യപ്പ ഭക്തരുടെ ഒപ്പീനിയനും അതുപോലെ തന്നെ അഭിപ്രായവും തേടുന്നതിന് വേണ്ടിയിട്ടാണ്. MG പ്രദേശ് പമ്പയിൽ നിന്ന് തത്സമയം വിശദാംശങ്ങളുമായി. പ്രദേശ്, ഇന്നിപ്പോൾ വൈകിട്ട് മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഒരുക്കങ്ങളൊക്കെ അന്തിമഘട്ടത്തിലാണോ? ഇതിലേറ്റവും പ്രധാനമായി ക്ഷണം നൽകിയിരുന്നത് തമിഴ്നാട്, കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ പ്രതിനിധികളെയൊക്കെ ക്ഷണിച്ചിരുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാർ എത്തിച്ചേരും. മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് ആരും എത്തുന്നില്ല എന്ന വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ലഫ്റ്റനന്റ് ഗവർണർ ഡൽഹിയിൽ നിന്ന് എത്തുമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് ആരും എത്തുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിൽ ഉൾപ്പെടെ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചിട്ടുണ്ടല്ലോ. വിവരങ്ങൾ അനുജ, ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ഈ നിരവധി ആളുകളെ, പ്രധാനപ്പെട്ട VIP-കളെ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് ക്ഷണിച്ചിരുന്നു. പക്ഷേ ഈ വരുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ചില VIP-കൾ എത്തുന്നില്ല എന്നുള്ള അറിയിപ്പാണ് അവസാന നിമിഷം ദേവസ്വം ബോർഡിന് ലഭിച്ചത്. പ്രധാനമായും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വരുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അസൌകര്യം അറിയിച്ചുവെന്ന് ദേവസ്വം ബോർഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ എത്തുമെന്നതായിരുന്നു ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ഇവർ പുറത്തിറക്കിയ നോട്ടീസിൽ ഉൾപ്പെടെ അവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയതാണ്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രി മാത്രമാണ് എത്തുക എന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. ഒപ്പം ഈ സമുദായ സംഘടനകൾ പരമാവധി പിന്തുണ അയ്യപ്പ സംഗമത്തിന് നൽകിയെന്നതായിരുന്നു ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ആത്മവിശ്വാസം. ഇതിൽ ഈ പ്രധാനമായും SNDP, NSS സമുദായ സംഘടനാ നേതാക്കളാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കേണ്ടത്. വെള്ളാപ്പള്ളി നടേശൻ എത്തുമോ എന്ന കാര്യത്തിലും ഒരു അന്തിമ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പരമാവധി അദ്ദേഹം എത്താൻ ശ്രമിക്കുമെന്നതാണ് ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടുള്ളത്. ഈ NSSന് വേണ്ടി NSS പ്രതിനിധി അയക്കുമെന്നതാണ് G സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പമ്പയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തും. നാളെ രാവിലെ 6 മണി മുതലാണ് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നത്. 9:30 ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കും. 10 മണിയോടുകൂടി മുഖ്യമന്ത്രിയുടെ പ്രഭാഷണം ഉണ്ടായിരിക്കും. പ്രധാനമായും 3 വിഷയങ്ങളിലാണ് അയ്യപ്പ സംഗമം സെമിനാറുകളും ചർച്ചകളും നടത്തുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടാണ് ഒന്നാമത്തെ ചർച്ച. ശബരിമലയുടെ അടിസ്ഥാന വികസനം, പരിസ്ഥിതി സംരക്ഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ സെമിനാറിൽ ചർച്ചയാകും. മറ്റൊന്ന് ആത്മീയ ടൂറിസവുമായി ബന്ധപ്പെട്ടാണ്. മറ്റ് ആത്മീയ കേന്ദ്രങ്ങളെ ശബരിമലയുമായി ബന്ധിപ്പിക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ഈ സെമിനാറിൽ ചർച്ച ചെയ്യും. ഒപ്പം ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ തലത്തിലും ചർച്ചകൾ നടക്കും. ഈ ചർച്ചകൾ പൂർത്തിയായ ശേഷം ഇതിന്റെ ഒരു അന്തിമ രൂപരേഖ തയ്യാറാക്കി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നതാണ് നിലവിൽ ദേവസ്വം ബോർഡും അറിയിച്ചിരിക്കുന്നത്. 3000 പ്രതിനിധികളെ ആയിരിക്കും ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കുന്നത്. പക്ഷേ 3000 എന്നത് ഒരു 3700ലേക്ക് പോകുമെന്നതാണ് നിലവിൽ ദേവസ്വം ബോർഡും സർക്കാരും അറിയിച്ചിരിക്കുന്ന കാര്യം. പരമാവധി ആളുകളെ, പരമാവധി അയ്യപ്പ ഭക്തരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഈ അയ്യപ്പ സംഗമത്തിലൂടെ ദേവസ്വം ബോർഡും ലക്ഷ്യമിടുന്നത്. ഈ വരും കാലങ്ങളിൽ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്തുമ്പോൾ ഇന്ന് എത്തുന്ന പ്രതിനിധികളെ കൂടുതൽ സ്പോൺസർമാരാക്കിക്കൊണ്ട് ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനാണ് ദേവസ്വം ബോർഡും ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള പ്രാഥമിക ചർച്ചകളും ഇന്നത്തെ യോഗത്തിൽ നടക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏകദേശം ഒരു അന്തിമഘട്ടത്തിലാണ് ഈ ഒരുക്കങ്ങളെല്ലാം. ഉച്ചയോടുകൂടി തന്നെ ഈ സ്റ്റേജും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയാകും. 3 വേദികളാണ് പ്രധാനമായും സജ്ജമാക്കിയിട്ടുള്ളത്. പമ്പ മണൽപ്പുറത്ത് 2 വേദിയും ഈ പമ്പ ഹിൽ ടോപ്പിൽ 1 വേദിയുമാണ് പ്രധാനമായും ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉടൻ തന്നെ പൂർത്തിയാകുമെന്നതാണ് അറിയിച്ചിരിക്കുന്ന കാര്യം. സുരക്ഷാ ചുമതലകൾ വഹിക്കുന്നത് ADGP ശ്രീജിത്ത് ആണ്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ കൂടുതൽ പോലീസുകാരെ ഉൾപ്പെടെ പമ്പയിലും നിലയ്ക്കലും വിന്യസിച്ചിട്ടുണ്ട്. ഈ പരമാവധി സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് ശബരിമലയിൽ നടത്തുന്നത്. എന്തായാലും അയ്യപ്പ സംഗമം വലിയ വിജയമാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനുമുള്ളത്. അനുജ.
ഇതിലിപ്പോൾ കോടതികളുടെ അനുമതിയോടെ, അതായത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും അനുമതി നൽകിയിട്ടുണ്ട്. ആ അനുമതികളോടെ വരുന്നു എന്നുള്ളത് തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ച് അതൊരു വിജയമാണ്. അന്ന് തന്നെ ദേവസ്വം മന്ത്രി നമ്മളോട് പ്രതികരിക്കുമ്പോൾ അത് പറഞ്ഞിരുന്നു, അത് മുന്നോട്ട് പോക്കിന് കൂടുതൽ പ്രചോദനമാകുന്നുണ്ട് എന്ന്. അത്തരത്തിൽ വലിയ കരുത്തോടെ മുന്നോട്ട് പോകുന്നൊരു സർക്കാരിനെ കൂടിയല്ലേ നമ്മൾ ഈ ഘട്ടത്തിൽ കാണുന്നത് പ്രതീഷ്? അനുജ, തീർച്ചയായും. കാരണം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കൈപൊള്ളിയ അതേ ഇടത് സർക്കാരാണ് ശബരിമല പമ്പ മണൽപ്പുറത്ത് അയ്യപ്പ സംഗമം നടത്തുന്നത്, അല്ലെങ്കിൽ സർക്കാരിന്റെ പിന്തുണയോടുകൂടി ദേവസ്വം ബോർഡ് നടത്തുന്നത്. ഈ അയ്യപ്പ സംഗമത്തിലൂടെ തന്നെ ഈ പരമാവധി ഒരു ഹിന്ദു വോട്ടുകൾ ഒപ്പം നിർത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ സർക്കാരിനുമുണ്ട്. ഈ കോടതിയിൽ നിന്നൊക്കെ തന്നെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തിരിച്ചടി സർക്കാരും ഒരു പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കോടതിയിൽ നിന്ന് അനുകൂല ഒരു വിധി ഉണ്ടായതാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനും കൂടുതൽ ആത്മവിശ്വാസമായത്. ഹൈക്കോടതി ഇതിന് അയ്യപ്പ സംഗമത്തിന് പച്ചക്കൊടി നൽകുകയും സുപ്രീം കോടതി അത് അംഗീകരിക്കുകയും ചെയ്തതോടുകൂടിയാണ് കൂടുതൽ ആത്മവിശ്വാസം ദേവസ്വം ബോർഡിനും സർക്കാരിനും ആയിട്ടുള്ളത്. എന്തായാലും ഈ പ്രതിപക്ഷ വലിയ എതിർപ്പുകൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ആഗോള അയ്യപ്പ സംഗമം നാളെ പമ്പയിൽ നടക്കാൻ പോകുന്നത്. ഇതിന് ബദലായി ബിജെപി ഉൾപ്പെടെ ഈ വിശ്വാസ സംഗമമൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ പരമാവധി പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതൊരു വലിയ വിജയമാക്കി തീർക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ദേവസ്വം ബോർഡിനും സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരും ഈ പരിപാടിക്ക് അത്രത്തോളം ഒരു പിന്തുണ മുന്നോട്ട് വയ്ക്കുന്നത്. സമുദായ സംഘടനകൾ ഒപ്പം നിന്നു എന്നുള്ള ഒരു ബലം കൂടി നിലവിൽ ദേവസ്വം ബോർഡിനുണ്ട്. NSSന്റെയും SNDPയുടെയും പിന്തുണ, ഒപ്പം കൂടുതൽ സമുദായ നേതാക്കൾ നാളെ എത്തുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. അനുജ, ശരി. ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നാളെ രാവിലെ 9:30 മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.